അച്ഛാ എന്നാ പിന്നെ ഞാൻ പോയിട്ട് വരാം. ഇനി അമ്മായി പറഞ്ഞത് അനുസരിച്ചില്ല എന്ന് വേണ്ട. അച്ഛാ ഇവളെന്തിനാ എന്റെ കാർ കയറി ഇരിക്കുന്നേ? ഡീ നിന്നോട് ആര് പറഞ്ഞു എന്റെ കാർ കയറാൻ? ഇറങ്ങടി, ഇറങ്ങാൻ. നീൽ, എന്റെ കാറ് കേടായിപ്പോയി. അതുകൊണ്ടാ ഞാൻ നീലിന്റെ കൂടെ വരാന്ന് വെച്ചത്. അങ്ങനെ ഇപ്പൊ എന്റെ ഏട്ടന്റെ ഒപ്പം നീ പോണ്ട. ഇറങ്ങടി, കാറിൽ നിന്ന് ഇറങ്ങാൻ. അച്ഛാ കഷ്ടമുണ്ട് അച്ഛാ. ഇനി കാറ് ശരിയാക്കി ഞാൻ അവിടെ ചെല്ലുമ്പോഴേക്കും ഒരുപാട് ലേറ്റ് ആവും. നീൽ പ്ലീസ് അച്ഛാ, ഒന്ന് പറയാച്ചാ എന്നെ കൂടെ കൊണ്ടുപോവാൻ. അതെ, ഇവന്റെ ഇഷ്ടം. അവന്റെ കാറിൽ ആര് കയറണം ആര് കയറണ്ടെന്നൊക്കെ അവനല്ലേ നിശ്ചയിക്കുന്നത്. മര്യാദയ്ക്ക് നിന്നോട് ഇറങ്ങാനാ പറഞ്ഞത്. ഇടി ഇറങ്ങാൻ. നിന്നോടല്ലേ ഇറങ്ങാൻ പറഞ്ഞത്. ഇങ്ങോട്ട് ഇറങ്ങാൻ. ജിയോ എടാ ഒച്ചേ, നീ എന്തൊരു വർത്താനോടെ ഈ പറയുന്നത്? നിങ്ങൾ രണ്ടുപേരും ഒരിടത്തേക്കല്ലേ പോകുന്നത്? വേദമോളുടെ വണ്ടി കേടായതുകൊണ്ടല്ലേ? മോളെ നീ ഇറങ്ങണ്ട, അവിടെ തന്നെ ഇരുന്നു. ആ സിനിമയുടെ പ്രൊഡക്ഷൻ കണ്ടോ? ഹലോ ഹലോ, എവിടെ എത്തി നീൽ? ഒന്ന് വേഗം വരണേ. ആ ഡയറക്ടർ ഇവിടെ കിടന്ന് കയറി വിളിക്കുന്നു. ആ ശരി, ഞാൻ ഇറങ്ങി കഴിഞ്ഞു. ആ ശരി, ഓക്കെ. നിന്നോട് ഇറങ്ങാനാ പറഞ്ഞത്. നീൽ, ആ പ്രൊഡക്ഷൻ മാനേജർ എന്നെയും വിളിച്ചു. അവരവിടെ വെയിറ്റിംഗാ. പ്ലീസ് നീൽ, ഇനി അവിടെ നിന്നൊരു വണ്ടി വന്ന് ഞാൻ വരുമ്പോഴേക്കും ലേറ്റ് ആവും. പ്ലീസ്. ഇടകൊച്ച നിന്ന് താമസിക്കാതെ വേഗം പോവാൻ നോക്ക്. എന്റെ മഹേഷടി, ഇവരെന്തിനാ ഇങ്ങനെ കിടന്ന് വാശി പിടിക്കുന്നത്? അമ്മായി, വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇങ്ങനെ കയറി ഇടപെടല്ലേ. എനിക്കെല്ലാം മനസ്സിലാവും. ഒരു ചൊവ്വാഴ്ച കഥയും ഇപ്പൊ ഇവളീ കാറി കയറി ഇരിക്കുന്നതും എല്ലാം ഒരു ഗൂഢാലോചനയാണെന്ന് എനിക്ക് മനസ്സിലായി. ഏട്ടൻ പോയിക്കോ, ഒരു കുഴപ്പമില്ല. സ്വാതി, ഇവളെ കൊണ്ട് പോകാൻ എനിക്ക് പറ്റില്ല. നീലേ, ഇന്നൊരു ദിവസത്തേക്ക് നീ ക്ഷമിക്കും. ചെല്ല്, പോവാൻ നോക്ക്. സ്വാതി, അപ്പൊ ഞങ്ങൾ പോയിട്ട് വരട്ടെ? നീ പോവാം. നിങ്ങളൊക്കെ കൂടിയുള്ള പ്ലാനിംഗ് ആണിതെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ എന്റെ ഏട്ടനെ എനിക്ക് വിശ്വാസം. അതുകൊണ്ട് അവളല്ല, ഇനി ഏത് രംഭ കാറി കയറി ഇരുന്നാലും എനിക്കൊരു പ്രശ്നവുമില്ല. വാ നന്ദിനി. നന്ദിനി, നീ എന്തിനാ ഇങ്ങനെ ബലം പിടിച്ചിരിക്കുന്നേ? ഞാൻ ഈ സീറ്റിലിരുന്നോണ്ടാണോ? എന്തെങ്കിലും പറയൂ നീ. ഒന്ന് വെറുതെ ഇരിക്കുന്നുണ്ടോ? എന്തിനാ നീലിങ്ങനെ ഒച്ച വെക്കുന്നേ? കുറച്ച് സ്നേഹത്തിൽ എന്നോട് സംസാരിച്ചൂടെ? ഈ സീറ്റിൽ കയറിയിരുന്ന് യാത്ര ചെയ്യുന്നതിന് സ്വാതിയേക്കാൾ കൂടുതൽ അവകാശവും അധികാരവും എനിക്കില്ലേ നീ? പണ്ട് ഞാനിവിടെ ഇരിക്കുന്നതായിരുന്നു നീലിന് ഏറ്റവും ഇഷ്ടം.
എന്തു പറ്റി? എന്തിനാ വണ്ടി നിർത്തിയത്? ദേ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വീണ്ടും ഓർമ്മിപ്പിക്കാനാണെങ്കിൽ നീ ഇപ്പൊ എവിടെ ഇറങ്ങിക്കോ. എന്നിട്ട് ഇവിടുന്ന് ഒരു ടാക്സി വിളിച്ച് വന്നാൽ മതി. പണ്ടത്തെ അതേ ദേഷ്യം, അതേ നോട്ടം. ദേ പണ്ടെന്നെ വഴക്കുറയും പോലെ മൂക്കിന്റെ തുമ്പൊക്കെ ഇങ്ങനെ ചുവന്നു വരുന്നു. ഇതിന്റെ പണ്ടത്തെ നീല് തന്നെയാ. നീ മിണ്ടരുത്. ഞാനിത് എവിടെയെങ്കിലും കൊണ്ട് ഇടിക്കും. ഇടിച്ചോ? നീലിനൊപ്പം മരിക്കാനും എനിക്ക് മടിയില്ല. എത്ര വട്ടം ഞാനിത് നീലിനോട് പറഞ്ഞിട്ടുണ്ട്. പണ്ട് മാരിയമ്മൻ കോവിലിൽ വെച്ച് ഗാന്ധർവ വിവാഹം ചെയ്ത് മടങ്ങുന്ന വഴി ആക്സിഡന്റ് ഉണ്ടായി. ഓർമ്മയുണ്ടോ നീലിന്? ഒരു സൈക്കിളുകാരൻ കുറുകെ ചാടിയത്. അന്ന് നീല അയാളെ ഒരുപാട് തെറി വിളിച്ചു. ഒരു ഉറപ്പിന് വേണ്ടിയായിരുന്നു ഞാൻ അന്ന് നീലിനെ കൊണ്ട് അങ്ങനെ ചെയ്യിച്ചത്. നീലിന്റെ താലി കഴുത്തിൽ വീഴുന്ന ആദ്യത്തെ പെണ്ണ് മരിക്കുമെന്ന് ഏതോ ഒരു ജ്യോത്സ്യം പറഞ്ഞപ്പോ എനിക്കതിനും മടിയില്ലാന്ന് തെളിയിക്കുകയായിരുന്നു ഞാൻ. എനിക്ക് പകരക്കാരിയായി വന്നവളാ സ്വാതി. ഒരു കൊല്ലം കഴിയുമ്പോ തിരിച്ചു വരാൻ വേണ്ടി എന്നിൽ നിന്നും അകന്നു പോയത് നീൽ. പക്ഷേ തിരിച്ചു വന്നില്ല. ഇപ്പൊ ഇങ്ങനെ അടുത്തിരിക്കുമ്പോഴും നീൽ എനിക്ക് ഒരുപാട് അകലെയാ. നീലിന്റെ താലി കഴുത്തിലണിയുന്ന പെൺകുട്ടി മരിക്കുമെങ്കിൽ അതൊരിക്കലും സ്വാതി ആയിരിക്കില്ല, ഈ വേദയായിരിക്കും. കാരണം നീല ആദ്യമായി താലി അണിയിച്ചത് ഈ എന്റെ കഴുത്തിലാ. നീലിന് വേണ്ടി മരിക്കാനും ഞാൻ തയ്യാറാ. ആ താലിയാ ഗിരി പൊട്ടിച്ചെടുത്തത്. എന്റെ കഴുത്തിൽ കിടക്കുന്ന ഈ താലിമാലയ്ക്ക് ഒരല്പമെങ്കിലും പരിശുദ്ധിയേട്ടം കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ നിമിഷം ഇവിടെ കഴുത്തിന്നത് പൊട്ടിച്ചെടുക്കണം. തോക്കാൻ മനസ്സിലാത്തവളാ നീ എന്ന് എനിക്ക് അറിയാം. പക്ഷേ ഇവിടെ എനിക്ക് നിന്നെ ജയിച്ചേ പറ്റൂ. ഗിരി വിട്, കൈയെടുക്ക. ഗിരി വിട്, വിട്. ഹലോ സ്വാതി. ഏട്ടാ, എനിക്കൊരു സ്വസ്ഥതയില്ല. അവളെയും കാറിലിരുത്തി ഏട്ടൻ എങ്ങനെ ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നു? അത് സ്വാതി, ആ സമയത്ത് എനിക്കതല്ലാതെ വേറെ മാർഗമില്ലായിരുന്നു. താനും കൂടി പറഞ്ഞതല്ലേ കൊണ്ടുപോവാൻ. ഓ, ഞാൻ പറയുന്നതെല്ലാം ഉടനെ അങ്ങ് ചെയ്തോണം. അവളെവിടെ ആ വെള്ളപ്പിശാജ്? ഏട്ടന്റെ രക്തം കുടിക്കാൻ വന്ന ആ യക്ഷി. അതെ സ്വാതി, ഞാൻ പിന്നീട് അങ്ങോട്ട് വിളിക്കാം. വേണ്ട വേണ്ട, ഒരു മിനിറ്റ്. ഹലോ സ്വാതി, ഇത് ഞാനാ. നീ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. ബ്ലൂടൂത്തിലാ നീ ഇത്രയും നേരം സംസാരിച്ചത്. എന്റെ പുതിയ പേര് കൊള്ളാൻ കേട്ടോ, വെള്ളപ്പിശാജ്. അതെടി, നീ ആ വണ്ടിയിൽ കയറി പോയത് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇനി മേലിൽ നീ ഇത് ആവർത്തിക്കരുത്. സ്വാതി, നിന്നേക്കാൾ മുൻപേ ഈ സീറ്റിലിരുന്ന് യാത്ര ചെയ്തവളാ ഈ വേദ. ആ ഇഷ്ടം ഇപ്പോഴും ഉള്ളിലുള്ളത് കൊണ്ട് തന്നെയാ നീൽ എന്നെ ഒപ്പം കൂട്ടിയത്. നീ എന്റെ പകരക്കാരിയല്ലേ? വെറും പകരക്കാരി. ആ തള്ള ഒറ്റ ഒരുത്തിയാ എല്ലാത്തിനും കാരണം. അവരെ ഇന്ന് ഞാൻ പറഞ്ഞത് സത്യമല്ലേ നീൽ?
ഇവരെ ഞാൻ ഇന്ന് കൊല്ലും. അമ്മായി വേണോ? ഇങ്ങനെ പോയാ ദേ ഈ മുറുക്ക് പൊടിക്കുന്ന പോലെ ഞാൻ നിങ്ങളെയും പൊടിച്ചു കളയും. ഇവിടെ അതെന്താണ്? അതെന്താന്നോ? നിങ്ങളോട് ആരാ പറഞ്ഞേ അവളെ എന്റെ ഏട്ടന്റെ കാറിൽ കയറ്റിവിടാൻ? ഇതിനാണോ രാവിലെ നിങ്ങൾ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? അടി കൊച്ചേ, ഞാനത് മനഃപൂർവ്വം ചെയ്തതാ. നിനക്കത് ഇപ്പോഴാണ് മനസ്സിലായത്? അതിനു വേണ്ടി തന്നെയാ ഞാൻ ഇങ്ങോട്ട് വന്നത്. നീ ഇപ്പൊ ഗർഭിണിയല്ലേ? ഗർഭസമയത്ത് ഇങ്ങനെയൊക്കെ യാത്ര ചെയ്യാൻ പാടുണ്ടോ? അതെ, ഗർഭസമയത്ത് നിന്നെ നോക്കാൻ ഇവിടെ നിൽക്കാൻ പറഞ്ഞിരിക്കാം മഹേഷ് ഏട്ടൻ. അതിന്റെ ഒന്നും ഒരാവശ്യമില്ല. എന്നെ നോക്കാൻ ഇവിടെ നന്ദിനിയുണ്ട്, അത് മതി. അത് പോരല്ലോ സ്വാതി മോളെ. നീ എന്നെ എവിടുന്ന് എത്ര തവണ ഇറക്കി വിട്ടാലും ഞാൻ പിന്നെ വലിഞ്ഞു കയറി ഇവിടെ തന്നെ വരും. നിന്റെ ദിവ്യഗർഭം പ്രസവിക്കാനേ നീ ഇമ്മിണി പാടുപെടും മോളെ. എന്റെ ഈശ്വര, എന്തൊരു ജന്മോ ഇത്. ആ നീൽ, ഒരു മിനിറ്റ് ഇതോ അവിടെ ഒന്ന് വണ്ടി നിർത്തോ പ്ലീസ്. ഒരു മിനിറ്റ് മതി പ്ലീസ്, ഒന്ന് നിർത്ത് നീൽ. നീലിന് ആ കട ഓർമ്മയുണ്ടോ? പണ്ട് നീലിനിക്ക് ആ കടയിൽ നിന്ന് ഒരുപാട് നാരങ്ങാമുട്ടായി വാങ്ങി തന്നിട്ടുണ്ട്. ഓർമ്മയുണ്ടോ നീലിന്? ഞാനൊരാഗ്രഹം പറഞ്ഞ നീൽ അതെനിക്ക് സാധിച്ചു തരണം. എനിക്ക് കുറച്ച് നാരങ്ങാമുട്ടായി വാങ്ങിത്തരുമോ പ്ലീസ് നീൽ, പ്ലീസ്. നീൽ വരൂ പ്ലീസ്. നിന്റെ ഭ്രാന്തിനെ കൂട്ടി നിൽക്കാൻ വേറെ ആളെ നോക്കിയാൽ മതി. നീൽ പ്ലീസ് ഇറങ്ങ്. പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? ഇറങ്ങ്. നീ എന്തായി കാണിക്കുന്നേ? മര്യാദക്ക് കീ തരാനാ പറഞ്ഞത്. തരാം, പക്ഷേ എന്റെ കൂടിതോ ആ കടയിൽ വന്ന് നാരങ്ങാമുട്ടായി വാങ്ങിത്തരണം. ആ ഇത് സിനിമാ നടൻ നീൽ മഹേഷ് അല്ലേ? കൂടുതൽ സാറിന്റെ ഭാര്യയാണോ? ആ പുതിയ സിനിമയുടെ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞോ? കഴിഞ്ഞു. ശരി സാറേ. ശരി സാറേ. ഏതാ മര്യാദക്ക് കീ തരാനാ പറഞ്ഞത്. നോക്ക്, കണ്ടല്ലോ, ഇനി നിന്ന് ആള് കൂടും. വേഗം വാ വാ നീ. വരാൻ വിടാനല്ലേ പറഞ്ഞത്. ചേട്ടാ, നാരങ്ങാമുട്ടായി. നീൽ, ക്യാഷ് കൊടുക്ക്. അയ്യോ, എന്റെ കാല്. അയ്യോ നീൽ, ഒന്ന് ഹെൽപ്പ് ചെയ്യോ പ്ലീസ്. നീ നിന്ന് വെറുതെ നാടകം കളിക്കാതെ വരുന്നുണ്ട് എന്റെ കൂടെ. എന്റെ കാല് വേദനിക്കുന്നു, ഒന്ന് പിടിക്ക് നീൽ. കൂടെ വന്നാലേ സാറേ, ഒന്ന് പിടിക്ക് സാറേ. നടക്ക്. അയ്യോ,
അപ്പൊ ഇത്രയുള്ളൂ ബലം പിടുത്തം. ഇനി ഞാൻ ഏറ്റു. ഈ വൻമരം എന്റെ മുന്നിൽ കടപുഴകി വീഴും. വീഴ്ത്തിയിരിക്കും ഈ വേദ. ഹലോ, ആരാ? ഇത് ഞാനടി, ACP വൈശാഖി വർമ്മ. നീ ആ ഫോട്ടോയൊക്കെ കണ്ടില്ലേ? ആരാ ഈ ഫോട്ടോസ് എടുത്തത്? നീയാണോ? സ്വാതി, എന്റെ ആജ്ഞകൾ അനുസരിക്കാൻ ഒരു ഫോഴ്സ് മുഴുവനുമുണ്ട് ഈ സിറ്റിയിൽ. പിന്നെ ഞാൻ എന്തിനു ഫോട്ടോ എടുക്കണം? പക്ഷേ നിനക്ക് അയച്ചു തന്നത് എന്റെ ഫോണിൽ നിന്ന് തന്നെയാ. ഓ, അത് ശരി. അപ്പോ നിനക്കിപ്പോ ഫോട്ടോഗ്രാഫറിന്റെ പണിയാണോ? പോലീസിന്റെ അന്തസ് കളയലേടി. അതെനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു. പക്ഷെ നീ സൂക്ഷിച്ചോ, നിന്റെ മുന്നിലേ ഉള്ളൂ നീലിന് വേദയോടുള്ള ഈ അകൽച്ച. നീ കണ്ടില്ലേ നീലിന് വേദയോടുള്ള സ്നേഹം? ഒന്ന് വീണുപോയപ്പോ താങ്ങി പിടിച്ച് നടത്തിയത് കണ്ടില്ലേ നീ? കണ്ടു കണ്ടു. ഈ നാടകം നന്നായിട്ടുണ്ടെന്ന് നീ അവളോടൊന്ന് പറഞ്ഞേക്ക്. ACP വൈശാഖി വർമ്മയെ എടിയെന്നും നീയെന്നും ഒക്കെ വിളിക്കാനുള്ള ധൈര്യം നിനക്കുണ്ടോ? ACP വൈശാഖി വർമ്മയെ ഞാൻ മാഡം എന്ന് തന്നെ ബഹുമാനത്തോടെ വിളിക്കും. പക്ഷെ വേദയുടെ കുഴലൂത്തുകാരി വൈശാഖിയെ ഞാൻ എടി എന്നേ വിളിക്കൂ. കേട്ടോടി? കൊള്ളാം, നിന്റെ വാക്കുകൾക്കൊരു മൂർച്ചയൊക്കെ ഉണ്ട്. പക്ഷെ സൂക്ഷിച്ചോ, ചിലപ്പോ ഷൂട്ടിംഗ് കഴിഞ്ഞ് നീലും വേദയും കൂടി എവിടെയെങ്കിലുമൊക്കെ കറങ്ങിയിട്ടേ വരൂ. പഴയ കാമുകന്മാരല്ലേ? നിനക്ക് വേറൊന്നും പറയാനില്ലേ? ഇല്ല, ഇത് മാത്രമേ എനിക്ക് നിന്നോട് പറയാനുള്ളൂ. എന്നാ പിന്നെ വച്ചിട്ട് പോടി. ഈശ്വര, ആ ACP പറഞ്ഞതുപോലെ വല്ലതും സംഭവിക്കോ? എത്രയായാലും അവര് പണ്ട് സ്നേഹിച്ചിരുന്നവരല്ലേ? ഏട്ടത്തി, ഏട്ടന്റെ കൂടെ പോകാൻ അവളെ സമ്മതിക്കരുതായിരുന്നു. എന്തെങ്കിലും ഒരു ദുരുദ്ദേശമില്ലാതെ അവൾ ഏട്ടന്റെ ഒപ്പം കരുതി കുട്ടി കാറി കയറി പോവില്ല. ആ ഭാനുമതി അമ്മ കയറി എടങ്കോലിട്ടില്ലായിരുന്നെങ്കിൽ ലൊക്കേഷനിലേക്ക് പോകാൻ വല്ലച്ചൻ സമ്മതിച്ചാന്. നന്ദിനി, എന്താ ഏട്ടത്തി? ഏട്ടത്തിക്ക് എന്നോടെന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നു. എന്താ ഏട്ടത്തി? ഒന്നുമില്ല, ഞാൻ ചുമ്മാ. ഇതെന്താ ഏട്ടത്തിക്ക് ആകെ ഒരു പരിഭ്രമം? എന്തായാലും കാര്യം പറയേ. എന്താ ഏട്ടത്തി? എന്തോ ഒരു ടെൻഷൻ ഉണ്ടെന്ന് ഏട്ടത്തിയുടെ മുഖം കണ്ടാൽ അറിയാം. ഇതിനാണോ ഏട്ടൻ അവളെയും കൊണ്ട് ഇവിടുന്ന് കാറി കയറി പോയത്? നീ നോക്ക്. പറയൂ, ഇത് കണ്ട ഞാൻ ടെൻഷൻ അടിക്കണോ വേണ്ടയോ? ഒരു ഭാര്യയ്ക്ക് സഹിക്കാൻ കഴിയുന്ന കാര്യമാണോ ഇതൊക്കെ? ഏട്ടത്തി, ഇതിന് പിന്നിൽ എന്തോ ചതിയുണ്ട്. പക്ഷേ ഈ ഏട്ടൻ എന്തിനാ ഇതിനൊക്കെ നിന്നു കൊടുക്കുന്നതെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. ഏട്ടത്തി വിഷമിക്കണ്ട. ഇഷ്ടത്തോടെ ഏട്ടൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഞാൻ വിചാരിക്കുന്നില്ല. അറിഞ്ഞുകൊണ്ടായാലും അറിയാതെ ആയാലും ഇതുപോലൊരു കാഴ്ച എന്റെ നെഞ്ച് തകർക്കുന്ന ഏട്ടന് നന്നായിട്ട് അറിയാം.
അവളെ താങ്ങി പിടിച്ച് നടക്കാൻ ഏട്ടൻ എങ്ങനെ കഴിഞ്ഞു? ഏട്ടത്തെ സമാധാനിക്ക്. ഇതിന്റെ സത്യം എന്താണെന്ന് നമുക്ക് ഏട്ടനോട് തന്നെ ചോദിക്കാം. ഏട്ടത്തെ ഏട്ടനെ ഒന്ന് വിളിച്ചേ. വിളിക്കേട്ടത്തെ. എന്തോ ഏട്ടത്തി? വിളിച്ചിട്ട് കിട്ടുന്നില്ല. സ്വിച്ച് ഓഫ് ആന്നാ പറയുന്നത്. ഏട്ടത്തെ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല. ഏട്ടൻ ഏട്ടത്തെ മറന്നൊന്നും ചെയ്യില്ല.